ഹലോ, എൻ്റെ കൂട്ടുകാർക്കൊക്കെ സുഖമാണോ? ഇന്ന് ഞാനേ പോർക്ക് വെക്കാൻ പോവാട്ടോ. ദേ ഇത് 1 കിലോ പോർക്ക്. ഈ പോർക്ക് കഴുകി വാരി എടുത്തിട്ട് കണ്ടോ, ഇതിനകത്ത് ഇതിപ്പോൾ എങ്ങനെ പോർക്ക് കണ്ടിച്ചു തന്നാലും ആരും ഇങ്ങനെ ഉള്ളിറച്ചി മാത്രം തരില്ല. എല്ലാത്തിൻ്റെയും കൂടെ ഈ വെളുത്ത കഷ്ണം ഉണ്ടാവും. പക്ഷെ വെളുത്ത കഷ്ണം സൂപ്പറാണ്. കണ്ടോ, ഇതിപ്പോൾ 1 കിലോ പോർക്ക്. ഇതൊന്ന് കഴുകി വാരിയെടുത്ത് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ഉപ്പ്, കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്ക് കുക്കറിൽ ഒരു വിസിൽ കേട്ട് കഴിയുമ്പോൾ അതിനകത്ത് വെള്ളം എന്ന് വെച്ചാൽ നെയ്യ് അതങ്ങോട്ട് കളയണം. കളഞ്ഞിട്ട് നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളി വേപ്പില പിന്നെ ചുവന്നുള്ളി വെളുത്തുള്ളി അങ്ങനെ എല്ലാ സാധനങ്ങളും ചേർത്ത് നമുക്കൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഓക്കെ. പോർക്ക് എല്ലാവരും പോർക്ക് കഴിക്കുമെന്നറിയില്ല. എനിക്ക് പോർക്കിറച്ചിയോട് അത്ര താല്പര്യമില്ല. പക്ഷെ ഞാൻ വെച്ച് കൊടുക്കും. കഴുകിയൊക്കെ എടുക്കട്ടെ കേട്ടോ. പോർക്ക് ഞാൻ കഴുകി വാരി എടുത്തു. അതിനകത്ത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വേപ്പില ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് തിരുമ്മി ശരിക്ക് തിരുമ്മി വെക്കണം. ഇതിലേക്കെല്ലാം പിടിക്കും. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും പേരിന് മാത്രം മുളക് പൊടിയും ചേർത്ത് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഒക്കെ വേണം കേട്ടോ. എന്താക്കി എല്ലാം അങ്ങനെ നമുക്ക് കുക്കറിൽ വേവിക്കാം. കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ആര്യ കരിമിനിയാ? ഷെർണിയാ? അവിടെ നിന്ന് വേവട്ടെ. നമുക്ക് ഒരു സവാള, കുറച്ചൊരു 3-4 ചുള വെളുത്തുള്ളി, ചുമന്നുള്ളി, ഇഞ്ചി, വേപ്പില, ഗരം മസാല, കുരുമുളക്, മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി ഇത്രയും ചേർത്ത് നമുക്കിത് വെന്ത് കഴിഞ്ഞിട്ട് കാണാം കേട്ടോ. അരിഞ്ഞെടുക്കണം. സവാളയും ഇഞ്ചിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞെടുക്കണം. പച്ചമുളക് വേണ്ട. പോർക്ക് ഞാൻ കുക്കറിൽ 3 വിസിൽ കേൾപ്പിച്ച് ഈ വെള്ളം നമുക്ക് വേണ്ട. ഇതിനകത്ത് വെള്ളം കണ്ടോ? ഈ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ സംഗതി ഇതിനകത്ത് കിടന്ന് 1 മാസം എടുത്താലും ഇതിനകത്ത് വെള്ളം പറ്റി തീരില്ല. ഇറച്ചി കിടന്ന് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പം നമുക്ക് ആ വെള്ളം വേണ്ട. അല്ലാതെ തന്നെ നമുക്ക് വരട്ടിയെടുക്കാം. അടപ്പത്ത് വെച്ചു. ഉള്ളി ചൂടായി. അപ്പം ഇതിലേക്ക് ഞാൻ ഒരു സവാള, 10-12 ചുള ചുമന്നുള്ളി, 2-3 കുടം വെളുത്തുള്ളി, കറിവേപ്പില, ഇഞ്ചി, പച്ചമുളക് എടുത്തിട്ടില്ല. അപ്പം നമുക്കിതേ ഇട്ട് കൊടുക്കാം. അതും കയ്യിലെടുക്കട്ടെ. ഇട്ട് കൊടുക്കാം.
അത്യാവശ്യം സവാള തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വരണ്ട് വരാനായിട്ട് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് കുരുമുളക്, മുളക് പൊടി, അല്പം ഗരം മസാലയും അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇതിനകത്ത് അധികം ചേർക്കണുള്ളൂ. അതവിടെ ഇരുന്നൊന്ന് വരണ്ട് വരട്ടെ. നമുക്ക് എങ്ങനെയായാലും ഇത് വേണം. നമുക്ക് പൊട്ടിത്തെറിച്ച് തവിട് പൊടിയാവും. ഇറച്ചി വെന്തിട്ടുണ്ട് കേട്ടോ. 3 വിസിൽ കേട്ടിട്ടുണ്ട്, എയർ പോയിട്ടുണ്ട്. കണ്ടോ ഈ വെള്ളം ഇതിൻ്റെ സത്ത് നമുക്കൊന്ന് അടപ്പത്ത് വെച്ച് നോക്കാം. വെള്ളം പറ്റി വരികയാണെങ്കിൽ പിന്നെ നമുക്കത് ഇടണ്ടല്ലോ. ഇതൊക്കെ എൻ്റെ ചെറിയ ചെറിയ ടിപ്പുകളാണ് കേട്ടോ. പോർക്ക് വയ്ക്കാൻ എളുപ്പമാണ്. ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ മറ്റേ തേങ്ങക്കൊത്ത് ഇട്ടെടുക്കാം. തേങ്ങക്കൊത്ത് ഞാൻ ഇടുന്നില്ല. ഇനി എല്ലാ പൊടികളൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് കാണാം. നമുക്കിതിലേക്ക് ഗരം മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അല്പം കുരുമുളക്, ഇതെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം വരണ്ട് വന്ന് കുക്കറിൽ വെള്ളം കണ്ട ഈ വെള്ളം പറ്റില്ല. വെള്ളത്തിൽ കിടന്ന് നീന്തി തുളിച്ച് നടക്കുള്ളൂ. കണ്ട വെള്ളമാണ് ഇതിനകത്ത് അധികം. അപ്പോൾ ഇത് ഇട്ട് കൊടുക്കും. പോർക്കിറച്ചി വെക്കാനൊന്നും അധികം പ്രയാസമൊന്നുമില്ല. ഈസി ആയിട്ട് വെക്കാം. അത് ടേസ്റ്റാണ്. ഉള്ളി ചെന്ന ഒരു ദോഷവും. ഏത് രോഗക്കാർക്കും കഴിക്കാവുന്ന ഒരു സാധനമാണ് പോർക്ക്. ശരിക്കും മൂത്ത് വരട്ടെ. വിശേഷങ്ങളൊക്കെ പറയൂ. അങ്കമാലിക്കാരുടെ മെയിൻ ഒരു ഡിഷാണ് പോർക്ക്. ശരിക്കും അങ്കമാലിക്കാരെ അങ്കമാലി പോർക്ക് എന്ന് വിളിക്കും. ഞങ്ങളെ വിളിക്കില്ല കേട്ടോ. വരണ്ട് വന്ന് നമുക്കത് കോരിയെടുക്കാം. വെള്ളം വേണ്ട. ഇനി ഇത് വെളിച്ചെണ്ണ കിടന്നാലും ഇങ്ങനെ വരണ്ട് വരും. കുറേ നാളായി ഓർക്കും. ഈ ഇതുണ്ടല്ലോ, ഇത് ശരിക്കും ഇതിൻ്റെ നെയ്യാട്ടോ. നെയ്യ് എന്തിനാ ഉള്ളിൽ ചെല്ലണേ. ഏറ്റവും കുറച്ച് വെക്കട്ടെ. ഇതിൽ നിന്ന് വീണ്ടും എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് ഇറങ്ങി വരും. കുറഞ്ഞിരിക്കട്ടെ. ഈ സാധനം ഉണ്ടല്ലോ, നെയ്യ് അധികം വേണ്ട.
ഞാൻ ഊറ്റി വെച്ചതാണ്. ഉണ്ടോ? ആയില്ല കേട്ടോ. അവിടെ ഇരുന്ന് നെയ്യെല്ലാം ഉരുകി വരട്ടെ, എന്നിട്ട് കാണാം. നമുക്കേ ഇതിനകത്ത് വെളിച്ചെണ്ണ അല്ല എണ്ണയൊക്കെ ഇതിനകത്ത്, സോറി, നെയ്യ് ഞാനും കൂടി ഊറ്റിയെടുത്തുല്ലോ. അപ്പം പിന്നെ ഇതിനകത്തേക്ക് അധികം നെയ്യില്ല. അപ്പം ഞാൻ അല്പം കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. കാരണം ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണ്ടേ, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിത് ഇങ്ങനെയാണ് നിൽക്കുമ്പം ഇത് വലുതാണ്. ഇതിപ്പോൾ ഞാൻ 1 കിലോ പോർക്കാണ് എടുത്തേക്കണേ. ആയിട്ടില്ല, കണ്ടോ? ശരിക്കും ഫ്രൈ ആവും, എന്നിട്ട് കാണാം. ഇത് ഉണ്ടാക്കാൻ ഒരു പ്രയാസമില്ല, ബുദ്ധിമുട്ടില്ലാത്ത കാര്യം. അപ്പൊ നമ്മുടെ പോർക്ക് ദേ കണ്ടോ, സൂപ്പറായിട്ടുണ്ട്. നോക്ക്, ശരിക്കും ഇതാണ് പോർക്ക്. കണ്ടോ, അടിപൊളിയായിട്ട് കണ്ടോ, സൂപ്പർ. അപ്പോൾ എത്ര പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. ഇതിനകത്ത് ഇപ്പം ഞാൻ വേറെ അധികം ഒന്നും ചേർത്തിട്ടില്ല. ഇഞ്ചി പച്ചമുളകും പച്ചമുളക് ഇട്ടിട്ടില്ല. ഇഞ്ചി, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള, ഗരം മസാല, കുരുമുളക് പൊടി, മല്ലിപ്പൊടി, അല്പം മുളക് പൊടി മാത്രം ചേർത്താണ് ഞാൻ ഇത് വരട്ടിയേക്കണം. ആദ്യം വേവിച്ചു കേട്ടോ. ആ നെയ്യ് ഞാൻ കംപ്ലീറ്റ് ഊറ്റി കളഞ്ഞത് കണ്ടോ. ഇതിൻ്റെ ആവശ്യം നമുക്കില്ല. ഇത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇന്നല്ല 2 മാസം കൊടുത്താലും ഇത് ശരിയാവില്ല. അപ്പോൾ സൂപ്പർ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ടാറ്റാ, ബൈ.